Bill Gates and Melinda Gates were married for 23 years before they mutually agreed for separation. They had 4 children together, and since they thought it is better to take some time to speak with their children regarding the separation, they agreed to live apart for a few months before approaching an attorney to help with the divorce proceedings. Melinda moved to Ohio from New York on December 20th, 2022. Okay? ഇവിടെ ലീഗലി ഡിവോഴ്സ്ഡ് ആയി എന്ന് പറയുന്നില്ല. ലീഗലി ഡിവോഴ്സ്ഡ് ആവുന്നതിന് മുന്നേ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് രണ്ടുപേരും വേറെ വേറെ താമസിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ആ സമയത്തുള്ള അവരുടെ ഫയലിംഗ് സ്റ്റാറ്റസ് എന്തായിരിക്കും എന്ന് പറയൂ. In this case, even though they intended to get divorced, they are considered married for tax purposes for their 2022. അവർ ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ലീഗലി പേർപ്പസ് ഒക്കെ വെച്ചിട്ട് ഒരിക്കലും ഡിവോഴ്സ്ഡ് ആയിട്ടില്ല, ആവാൻ പോകുന്നേ ഉള്ളൂ. സോ അതിനു മുന്നേ അവർ മാരീഡ് ആയിട്ട് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് ജോയിന്റ്ലി ആവാം, വേണമെങ്കിൽ സെപ്പറേറ്റ്ലി ആകാം, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ദേ ആർ സ്റ്റിൽ മാരീഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? കാരണം അവർ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല. ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിൽ മാത്രമേ സിംഗിൾ എന്ന സ്റ്റാറ്റസിൽ അവർക്ക്, അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന സ്റ്റാറ്റസിൽ അവർക്ക് ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ദേ ആർ സ്റ്റിൽ മാരീഡ് ആണ്. സോ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ജോയിന്റ്ലി അല്ലെങ്കിൽ സെപ്പറേറ്റ്ലി എന്ന സ്റ്റാറ്റസിൽ അവർക്ക് ടാക്സ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ITR ഫയൽ ചെയ്യാം. സോ നെക്സ്റ്റ്, വിച്ച് ഇൻഡിവിജ്വൽസ് ആർ കൺസിഡേർഡ് അൺമാരീഡ്? ആരാണ് അൺമാരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഡ്യൂറിങ് ദ ടൈം ഓഫ് ITR ഫയൽ? ITR ഫയൽ ചെയ്യുന്ന സമയത്ത് അൺമാരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരൊക്കെയാണ്, എപ്പോഴൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. If a taxpayer lives apart from his or her spouse and meets certain taste, he or she may be considered unmarried. അതായത് ഇപ്പോൾ ഒരു ടാക്സ് പെയർ തൻ്റെ സ്പൗസിൽ നിന്ന് വേറെയാണ് താമസിക്കുന്നത്, ആൻഡ് ഷീ ഓർ ഹി മേ ബി കൺസിഡേർഡ് അൺമാരീഡ് വെൻ they meet certain test. ഏതൊക്കെയാണ് ടെസ്റ്റ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. An individual is considered unmarried on the last day of the tax year if he or she meets all the following tests. First one, the taxpayer files separate return. taxpayer ഒരു സെപ്പറേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ he is considered to be unmarried. Then the taxpayer pays more than half the cost of keeping up his or her home for the tax year. അതായത് വീട്ടു ചെലവിൻ്റെ പകുതിയിൽ കൂടുതൽ ഒരു ടാക്സ് പെയർ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഹി ഈസ് കൺസിഡർഡ് ടു ബി അൺമാരിഡ്. അപ്പോൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, സെപ്പറേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ ഹി ഈസ് കൺസിഡർഡ് ടു ബി അൺമാരിഡ്. സെക്കൻഡ് വൺ, ഒരു വീട്ടിൽ വരുന്ന ചെലവും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതിൻ്റെ പകുതിയിൽ കൂടുതൽ ടാക്സ് പെയർ പേ ചെയ്താൽ ഹി ഈസ് കൺസിഡർഡ് ടു ബി അൺമാരിഡ്. ആൻഡ് ദ തേർഡ് സിറ്റുവേഷൻ, the taxpayer's spouse did not live in the taxpayer's home during the last 6 months of the tax year. A taxpayer's spouse is considered to live in the taxpayer's home even if he or she is temporarily absent due to special circumstances. അതായത് മാരീഡ് ആയിട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പൗസ് എവിടെയായിരിക്കണം താമസിക്കേണ്ടത്? ടാക്സ് പെയറുടെ ഹോമിൽ, ടാക്സ് പെയറുടെ വീട്ടിൽ ടാക്സ് പെയറോട് കൂടെ ഒരുമിച്ച് ജീവിക്കണം. എങ്കിൽ മാത്രമേ മാരീഡ് ഫയലിംഗ് ജോയിൻ്റ്ലി എന്നുള്ള സ്റ്റാറ്റസിൽ ITR ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറെ വീട്ടിലാണ് സ്പൗസ് താമസിക്കുന്നത്, ടാക്സ് പെയറും വേറെ വീട്ടിലാണ്. അങ്ങനെ വരുമ്പോൾ ദേ ആർ കൺസിഡർഡ് ടു ബി അൺമാരീഡ്. ഓക്കെ, നെക്സ്റ്റ്, ദ ടാക്സ് പെയേഴ്സ് ഹോം വാസ് ദ മെയിൻ home of his or her child, stepchild or foster child for more than half the year. ഓക്കെ, ടാക്സ് പെയറിന്റെ ഹോം ആയിരിക്കണം മെയിൻ ഹോം. ആരുടെയൊക്കെ? ചൈൽഡ് ആവാം, സ്റ്റെപ്പ് ചൈൽഡ് ആവാം, ഫോസ്റ്റർ ചൈൽഡ് ആവാം, ആരുടെ വേണമെങ്കിലും ആവാം, ഫോർ ദാറ്റ് മോർ ദാൻ ഹാഫ് ദ ഇയർ. മെയിൻ ഹോം ആയിരിക്കണം. അതായത് കുട്ടികൾ ടാക്സ് പെയറിന്റെ വീട്ടിലായിരിക്കണം താമസിക്കേണ്ടത്. അല്ലാതെ വേറെ വീട്ടിലൊക്കെ മോർ ദാൻ ഹാഫ് ഓഫ് എ ഇയർ താമസിച്ചു കഴിഞ്ഞാൽ അൺമാരിഡ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ്, the taxpayer must be able to claim an exemption for the child. ചില കേസസിൽ എക്സംഷൻ ഉണ്ടാവും. However, the taxpayer meets this test if he or she cannot claim the exemption only because the non-custodial parent can claim the child. So നമ്മൾ ചൈൽഡിന്റെ നോൺ കസ്റ്റോഡിയൽ പാരന്റ് ആയിരിക്കണം. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു? ഒരാൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് അൺമാരിഡ് ആണെങ്കിൽ ഫസ്റ്റ് സിറ്റുവേഷൻ എന്തായിരുന്നു? സെപ്പറേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യണം, സെപ്പറേറ്റ് റിട്ടേൺ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എന്തായിരുന്നു?
വീട്ടിൽ വരുന്ന ചെലവിന്റെ പകുതിയിൽ കൂടുതൽ പേ ചെയ്യുവാണെങ്കിൽ, ടാക്സ് പെയർ പേ ചെയ്യുവാണെങ്കിൽ ഹി ഈസ് കൺസിഡർഡ് ടു ബി അൺമാരീഡ്. ദെൻ ടാക്സ് പെയറിന്റെ വീട്ടിൽ എല്ലാ സ്പൗസ് താമസിക്കുന്നത് വേറെ വേറെയാണ് താമസിക്കുന്നതെങ്കിൽ കൺസിഡർഡ് ടു ബി അൺമാരീഡ്. പിന്നെ ടാക്സ് പെയറിന്റെ ഹോം ആയിരിക്കണം ചൈൽഡിന്റെ മെയിൻ ഹോം. അതായത് കറക്റ്റില്ലേ, വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒക്കെ കുട്ടികൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അച്ഛനായിരിക്കുക അല്ലെങ്കിൽ അമ്മയായിരിക്കുക, ആരെങ്കിലും ഒരാളുടെ കൂടെ ആയിരിക്കും താമസിക്കുക. സോ കുട്ടികളുടെ മെയിൻ ഹോം എന്ന് പറയുന്നത് ഈ ITR ഫയൽ ചെയ്യുന്ന ടാക്സ് പെയറുടെ ഹോം ആയിരിക്കണം. ഇനി അതിൽ ചില എക്സംഷൻസ് വരുന്നുണ്ട്, അതാണ് നമ്മൾ ലാസ്റ്റ് പറയുന്നത്. എക്സംഷണൽ കേസസ് വരുന്നുണ്ട്. സോ നമ്മൾ ഇനി അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. If the taxpayer is considered unmarried, he or she can file as head of household even though he or she is not divorced or legally separated. If the taxpayer qualifies to file as the head of household instead of as married filing separately, എന്തൊക്കെ വേണം എന്നാണ്. The taxpayer standard deduction will be higher ആയിരിക്കും, ടാക്സ് ലയബിലിറ്റി ലോവർ ആയിരിക്കും, ആൻഡ് ഹി ഓർ ഷി മേ ബി ഏബിൾ ടു ക്ലെയിം ഏൺഡ് ഇൻകം ക്രെഡിറ്റ്സ്. മീൻസ് ടാക്സബിൾ ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതാണ് ഏൺഡ് ഇൻകം ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതിന് അർഹരായിരിക്കും. ഓക്കെ, സോ എന്തായാലും ഇഫ് ദ ടാക്സ് പെയർ ഈസ് കൺസിഡർഡ് അൺമാരീഡ്, ഹി ഓർ ഷി ക്യാൻ ഫയൽ ആസ് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. നമ്മൾ അൺമാരീഡ് ആയിരിക്കണമെങ്കിലുള്ള സിറ്റുവേഷൻസ് പഠിച്ചല്ലോ, അതിലൊന്ന് പഠിച്ചു, വീട്ടിൽ ചെലവ് വരുന്നതിനേക്കാളും കൂടുതൽ പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ അൺമാരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു പഠിച്ചു. ഏത് സിറ്റുവേഷനിലാണ് അങ്ങനെ പേ ചെയ്യേണ്ടി വരിക? ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്, അതായത് നമ്മുടെ ടാക്സ് പെയറുടെ ഇൻകം ആണോ ഒരു വീട്ടിലെ മെയിൻ ഇൻകം, മേജർ സോഴ്സ് ഓഫ് ഇൻകം. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മളൊരു വീട്ടിലെ കാര്യങ്ങളെല്ലാം മെയിൻ ആയിട്ട് നോക്കി നടത്തുന്നത്. അപ്പോൾ ആരായിരിക്കും ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്? നമ്മളായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യുന്ന ആ വ്യക്തിയായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് ആവണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉള്ളതാണ്? ഒന്ന്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹയർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ റേറ്റ് എല്ലാ വർഷവും ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ വർഷം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, നല്ലൊരു എമൗണ്ട് കൂടിയിട്ടുണ്ട് ഈ വർഷം. സോ അത് നമ്മൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹിസ് ഓർ ഹെർ ടാക്സ് ലയബിലിറ്റി ലോവർ. ടാക്സ് ലയബിലിറ്റി ലോവർ ആയിരിക്കും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടുതലായിരിക്കും. പിന്നെ ഹി ഓർ ഷി മേ ബി ഏബിൾ ടു ക്ലെയിം ദ ഏൺഡ് ഇൻകം ക്രെഡിറ്റ് ആണ്. ഏൺഡ് ഇൻകം ക്രെഡിറ്റ് അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി എക്സാമ്പിൾ പറഞ്ഞേക്കുവാണ്. Brad Pitt and Angelina were celebrity couple with 3 children. Due to some personal conflicts, Angelina decided to move to Seattle from their home in Los Angeles. Taking their children with her, she moved out in the month of April 2023 and agreed to meet all the expenses for upbringing their children. Brad never visited them since then and never paid any child support. So in this case, ഏതായിരിക്കും ഫയലിംഗ് സ്റ്റാറ്റസ്? മാരീഡ് ആണോ, സിംഗിൾ ആണോ, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് ആണോ? സർവൈവിംഗ് സ്പൗസ് ആവില്ല എന്തായാലും, കാരണം പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാവുന്നത്. In this case, Angela may be considered as unmarried if she files a separate return. They are not divorced. Okay. യെസ്, കറക്റ്റ്, സിംഗിൾ ആയിരിക്കും. അൺമാരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഷീസ് ഫയലിംഗ് എ സെപ്പറേറ്റ് റിട്ടേൺ. നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചുകൊണ്ട് ടാക്സ് പെയർ ഫയൽസ് എ സെപ്പറേറ്റ് റിട്ടേൺ. സോ ദേ ആർ കൺസിഡർ ടു ബി അൺമാരീഡ് ആൻഡ് സിംഗിൾ. അൺമാരീഡ് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഹിയർ ഓൾസോ പുള്ളിക്കാരൻ കുട്ടികളെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഹി നെവർ വിസിറ്റഡ് ദം സിൻസ് ദ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണ്. ഒരു വീട്ടിലെ ചെലവിന്റെ പകുതിയിൽ കൂടുതൽ ചെലവാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പേ ചെയ്യുവാണെങ്കിൽ, അതുപോലെ സെപ്പറേറ്റ് താമസിക്കുവാണെങ്കിൽ, സെപ്പറേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ, കുട്ടികൾ ടാക്സ് പെയറുടെ കൂടെയാണ് ആ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ എല്ലാം അൺമാരീഡ്, ദാറ്റ് മീൻസ് സിംഗിൾ ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഹിയർ എല്ലാം പറയുന്നുണ്ട്. അപ്ബ്രിങ്ങിങ് ദെയർ ചിൽഡ്രൻ, ഏഞ്ചലീനയാണ് കുട്ടികളെ വളർത്തുന്നത്. അവൾ വേറെ പോയി കുട്ടികളെ വളർത്തുമ്പോൾ ഒബ്വിയസ്ലി ചെലവ് വരാം. കൂടുതൽ ചെലവ് നോക്കുന്നത് ഏഞ്ചലീന ആയിരിക്കും. സോ ഒബ്വിയസ്ലി ഇവർ അൺമാരീഡ് ആണ്, അൺമാരീഡ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ ആൻഡ് സിംഗിൾ കാറ്റഗറിയിലായിരിക്കും ഫയൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സിംഗിൾ. A taxpayer's filing status is single if on the last day of the tax year he or she is legally unmarried or legally separated from his or her spouse under a divorce or separate maintenance decree,
ആൻഡ് ഹി ഓർ ഷി ഡസ് നോട്ട് ക്വാളിഫൈ ഫോർ അനദർ ഫയലിംഗ് സ്റ്റാറ്റസ് ആണ്. അതായത് ഇപ്പൊ ലീഗലി സെപ്പറേറ്റഡ് ആണ്, ലീഗലി അൺമാരീഡ് ആണ്, പറഞ്ഞില്ല അൺമാരീഡ് ആയ സിറ്റുവേഷൻസിലൊക്കെ സിംഗിൾ സ്റ്റാറ്റസിൽ, അതുപോലെ തന്നെ ലീഗലി സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിലും സിംഗിൾ എന്ന സ്റ്റാറ്റസിൽ. ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിൽ രണ്ട് സ്റ്റാറ്റസ് വരും. ഏതൊക്കെയായിരിക്കും? ഒന്ന് സിംഗിൾ, പിന്നൊന്ന് ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. ഓക്കെ, ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നമ്മളാണ് നോക്കുന്നെങ്കിൽ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരും. അല്ല ഇപ്പോൾ അതൊന്നുമില്ല സാധാ പോലെ ആണെങ്കിൽ സിംഗിൾ എന്ന കാറ്റഗറിയിൽ വരും. ഇനി മാരീഡിന്റെ സെക്ഷനിൽ വരുന്ന എങ്ങനെയാണ്? ലീഗലി മാരീഡ് ആണ്, പക്ഷേ നമ്മൾ വേറെ വേറെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് റിട്ടേൺ ആണ് ഫയൽ ചെയ്യാൻ ഇഷ്ടം എങ്കിൽ മാരീഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി വരും. പക്ഷെ നമുക്ക് ഒരുമിച്ച് ജോയിന്റ്ലി ആണ് ഫയൽ ചെയ്യാൻ താല്പര്യമെങ്കിൽ മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി വരും. അതാണ് മാരീഡിന്റെ സിറ്റുവേഷനിൽ വരുന്നത്. ഹെഡ് ഹൗസിന്റെ സിറ്റുവേഷനിൽ വരുന്നത് മാരീഡ് ആയിരിക്കാം, പക്ഷേ സ്പൗസോ അല്ലെങ്കിൽ ടാക്സ് പെയർ ആയിരിക്കാം വീട്ടിൽ ചെലവ് മൊത്തം നടത്തുന്നത്, സോ ഹെഡ് ഹൗസ് ഹോൾഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിരിക്കാം. ഓക്കെ, സോ വീട്ടിലെ ചെലവ് മൊത്തം നടത്തുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ആണ് മേജർ സോഴ്സ് ഓഫ് ഇൻകം, ടാക്സ് പെയറുടെ ഇൻകം ആണ് മേജർ സോഴ്സ് ഓഫ് ഇൻകം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു കാറ്റഗറി വന്നു കഴിഞ്ഞാൽ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് ആയിരിക്കും. ഇനി അൺമാരീഡ് ആണ്. ഓക്കെ, അൺമാരീഡ് ആണെന്നുള്ള സിറ്റുവേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അതൊക്കെയാണ് സെപ്പറേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ, കുട്ടികൾ നമ്മളോട് താമസിക്കുവാണെങ്കിൽ, ഹസ്ബൻഡും വൈഫായിട്ട് വേറെ താമസിക്കുവാണെങ്കിൽ, സ്വന്തം വീട്ടിലല്ലാതെ വേറെ താമസിക്കുവാണെങ്കിൽ, പിന്നെന്തായിരുന്നു? പിന്നെ വീട്ടിലെ കൂടുതൽ ചെലവാക്കുന്നത് അല്ലെങ്കിൽ പേ ചെയ്യുന്നത് ടാക്സ് പെയർ ആണെങ്കിൽ, അങ്ങനെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അൺമാരീഡ് ആയിരിക്കും. അൺമാരീഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഏത് കാറ്റഗറിയിലായിരിക്കും ഫയൽ ചെയ്യേണ്ടത്? സിംഗിൾ എന്ന കാറ്റഗറിയിൽ. ഓക്കെ, ലീഗലി ഡിവോഴ്സ്ഡ് ആയിരിക്കണം, അല്ലാതെ ചുമ്മാ വേറെ വേറെ താമസിച്ചു ഞങ്ങൾ വേറെ പിരിഞ്ഞു എന്ന് വായം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിൽ മാത്രമേ സിംഗിൾ, അതല്ലെങ്കിൽ മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി. ഓക്കെ, ഇപ്പോൾ സ്പൗസ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം സർവൈവിങ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡന്റ് ചൈൽഡ്, ആ ഒരു കാറ്റഗറിയിലായിരിക്കും ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ പഠിക്കാം. ജോർജ് ആൻഡ് കാത്തി ലീവ് ടുഗെദർ ഫോർ 25 years. 25 വർഷം ഒരുമിച്ച് ജീവിച്ചു. On December 31, 2022, Kathy met with an accident and passed away on January 8, 2023. George did not marry in 2023. ആ ഇയർ മാരേജ് ചെയ്തില്ല. For the tax year 2023, okay, he may be treated as single. സിംഗിൾ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് വേറെ റീമാരി ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ സ്പൗസ് മരിച്ചുപോയി. പിന്നെ ആരാ ഉള്ളെ? ജോർജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കറണ്ട് ഇയറിൽ 2023 എന്ന് പറയുന്ന കറണ്ട് ടാക്സ് ഇയറിൽ എന്തായിട്ടായിരിക്കും? സിംഗിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലായിരിക്കും ITR ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വരുമ്പോഴാണ് മറ്റേ സർവൈവിങ് സ്പൗസ് വിത്ത് ഡിപ്പെൻഡന്റ് ചൈൽഡ് വരുള്ളൂ. സ്പൗസ് മരിച്ച അല്ലെങ്കിൽ ഡിസീസ്ഡ് സ്പൗസിന്റെ ആ ഒരു കറണ്ട് ടാക്സ് ഇയറിൽ സിംഗിൾ എന്ന ഒരു കാറ്റഗറിയിലായിരിക്കും ഫയൽ ചെയ്യുക. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇപ്പൊ റീമാരി ചെയ്യുകയാണെങ്കിൽ റീമാരി ചെയ്യുന്ന വ്യക്തിയുമായിട്ട് മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി എന്ന കാറ്റഗറിയിലായിരിക്കും. റീമാരി ചെയ്യാത്തത് കൊണ്ട് ഹിസ് ട്രീറ്റഡ് ആസ് സിംഗിൾ. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ്. സിംഗിൾ ആരൊക്കെ, മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി ആരൊക്കെ, മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി ആരൊക്കെ, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് ആരൊക്കെ, സർവൈവിംഗ് സ്പൗസ് ആരൊക്കെ, എന്തിനൊക്കെ, അതൊക്കെ ക്ലിയർ ആയോ? ഓരോ കാറ്റഗറിയും. ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും മനസ്സിലാവാത്തതോ അങ്ങനെയുണ്ടോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയോ, അടുത്തതിലോട്ട് പോവാം. ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾ, ഇപ്പൊ എൻ്റെ ഫാമിലിയിൽ ഞാനാണ് ITR ഫയൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ITR ഫയൽ ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊടുക്കും ഫയലിംഗ് സ്റ്റാറ്റസ്. ഏതാണ്? സിംഗിൾ സ്റ്റാറ്റസ് വേണോ, മാരീഡ് ഫയലിംഗ് ജോയിന്റ്ലി വേണോ, മാരീഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി വേണോ, ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് വേണോ, അതുപോലെ തന്നെ വരുന്നതാണ് സർവൈവിംഗ് സ്പൗസ്. ഇപ്പോൾ എൻ്റെ സ്പൗസ് മരിച്ചിട്ടില്ല, സോ എനിക്ക് സർവൈവിംഗ് സ്പൗസിന്റെ ആവശ്യമില്ല. ഞാൻ എന്താ പറയാ, മാരീഡ് ആണ്, പക്ഷെ എൻ്റെ സ്പൗസിന് ജോലിയില്ല, എനിക്കാണ് ജോലിയുള്ളത്, എനിക്കാണ് ഇൻകം ഉള്ളത്, എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. സോ വീട്ടു ചെലവിന്റെ പകുതിയിൽ കൂടുതൽ പേ ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബം നോക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എന്ത് കാറ്റഗറി ആയിരിക്കും? ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. ഞാനാണ് എൻ്റെ വീട്ടിന്റെ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. എല്ലാ കാര്യം നോക്കുന്നത് ഞാനാണ്, എല്ലാ ചെലവ് ഏറ്റെടുക്കുന്നത് ഞാനാണ്. എൻ്റെ സ്പൗസിന് വേറെ ജോലിയൊന്നുമില്ല, എൻ്റെ ഇൻകം മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ
ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന കാറ്റഗറിയിൽ നമ്മൾ ഫയൽ ചെയ്യും. ഇപ്പം എൻ്റെ സ്പൗസിനും ജോലിയുണ്ട്, എനിക്കും ജോലിയുണ്ട്. മാരിഡ് ഫയലിംഗ് ജോയിൻലി ചെയ്യാം. അല്ല ഞങ്ങൾക്ക് പറയാണ് വേണ്ട നമുക്ക് ജോയിൻലി ചെയ്യണ്ട, നമുക്ക് സെപ്പറേറ്റ്ലി ചെയ്യാം. സ്പൗസ് വേറെ ഫയൽ ITR ഫയൽ ചെയ്തോട്ടെ, ഞാനും വേറെ ITR ഫയൽ ചെയ്യാൻ പോവാണ്. സോ മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി വരും. ഓക്കെ. ഇനിയിപ്പം ഞാൻ ലീഗൽ ഡിവോഴ്സ്ഡ് ആണെന്ന് വിചാരിക്കുക. ഞാൻ ലീഗലി ഡിവോഴ്സ്ഡ് ആണ്. കുട്ടികളൊക്കെ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കുന്നില്ല, ഹസ്ബൻഡ് വേറെ പോയി, ഞാനും വേറെ താമസിക്കുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ സിംഗിൾ എന്ന കാറ്റഗറിയിലായിരിക്കും ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് മനസ്സിലായില്ലേ? ഒരു വീട്ടിലെ മേജർ സോഴ്സ് ഓഫ് ഇൻകം ആ ടാക്സ് പേയറുടെ ആണെങ്കിൽ ആ ടാക്സ് പേയർ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, മാരിഡ് ഫയലിംഗ് ജോയിൻലി. A taxpayer can file as married filing jointly as his or her spouse agree to file a joint return. On a joint return, the taxpayers report their combined income and deduct their combined allowable expenses. This status is commonly used when only one spouse has a significant income. Okay, so a taxpayer can file as married filing jointly as his or her spouse agreed to file a joint return. Married filing jointly, MFJ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നതാണ് മാരിഡ് ഫയലിംഗ് ജോയിൻലി. സോ അതെപ്പോഴാണ്? നമ്മളിപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടാക്സ് ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരുമിച്ച് ടാക്സ് ഫയൽ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോം മതി, 1040 ഒരു ഫോം മതി. സെപ്പറേറ്റ് ആണെങ്കിൽ 1040 രണ്ട് ഫോം വേണ്ടി വരും, സ്പൗസിനൊന്ന് നമുക്കൊന്ന്. ഓക്കെ. ഇപ്പൊ ജോയിൻലി ആണെങ്കിൽ ഒരേ ഫോം മതി. ആ ഒറ്റ ഫോമിൽ നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, സ്പൗസിന്റെ പേര്, സ്പൗസിന്റെ അഡ്രസ്സ്, നമ്മുടെ SSN ദാറ്റ് മീൻസ് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, സ്പൗസിന്റെ SSN സ്പൗസിന്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, നമുക്ക് കിട്ടുന്ന ഇൻകം, സ്പൗസിന് കിട്ടുന്ന ഇൻകം, അങ്ങനെയില്ല. ഇൻകം എക്സ്പെൻസസ് നമ്മൾ ടോട്ടൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് എത്ര ടോട്ടൽ ഇൻകം ഉണ്ട്, സ്പൗസിന് എത്ര ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ടും ടോട്ടൽ കാര്യങ്ങളുമാണ് ആ 1040 കാണിക്കുക. അതാണ് മാരിഡ് ഫയലിംഗ് ജോയിൻലി വരുന്നത്. ഓക്കെ. ഓൺ എ ജോയിന്റ് റിട്ടേൺ ദ ടാക്സ് പേയേഴ്സ് റിപ്പോർട്ട് ദയർ കമ്പൈൻഡ് ഇൻകം ആൻഡ് ഡിഡക്ട് ദയർ കമ്പൈൻഡ് അലവബിൾ ടാക്സ്. സെപ്പറേറ്റ് ഇൻകം അല്ല, കമ്പൈൻഡ് ഇൻകം ആണ് കാണിക്കുക. രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചുള്ള ടോട്ടൽ ഇൻകം അതെ, എക്സ്പെൻസും അതെ. ടോട്ടൽ ഇൻകവും ടോട്ടൽ എക്സ്പെൻസും ആണ് അവിടെ കാണിക്കുക. ദിസ് സ്റ്റാറ്റസ് ഇസ് കോമൺലി യൂസ്ഡ് വെൻ ഓൺലി വൺ സ്പൗസ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻകം. ഓക്കെ. സിഗ്നിഫിക്കൻറ്റ് ഇൻകം നല്ലൊരു എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടെങ്കിലാണ് ഇത് കൂടുതലായിട്ട് മെയിൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ചില മെറിറ്റും ഉണ്ട്, ചില ഡിമെറിറ്റും ഉണ്ട്. ഓക്കെ. മെറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ their tax liability may be lower than their combined tax for the other filing status ആയിരിക്കും. ഓക്കെ. കമ്പൈൻഡ് ടാക്സ് ലയബിലിറ്റിനേക്കാളും കുറവായിരിക്കും അവരുടെ ടാക്സ് ലയബിലിറ്റി. their tax liability may be lower than their combined tax for other filing status. ഓക്കെ. അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹയർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹയർ ആവുന്ന വേറൊരു ഫയലിംഗ് സ്റ്റാറ്റസും കൂടെ നേരത്തെ കുറച്ച് മുന്നേ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഒരെണ്ണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹയർ ആയിരിക്കും. ഏതാണത്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹയർ ആവുന്ന വേറൊരു കാറ്റഗറി ഓഫ് ഫയലിംഗ് സ്റ്റാറ്റസ് ഇതാണ്ടോ? ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്. ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വിൽ ബി ഹയർ, ടാക്സ് ലയബിലിറ്റി ലോവർ, they are able to claim the earned income credit. ഓർക്കുന്നോ? ഇപ്പോ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡിൽ പഠിച്ചപ്പോഴാണ് നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹയർ ആയിരിക്കുന്നത്. അതാണ് ഞാൻ പോയിന്റ് വായിക്കാൻ പറയുന്നത്. ഓരോന്നും കഴിയുമ്പോഴത്തേക്കും കണക്ട് ചെയ്ത് പഠിക്കണം, അപ്പൊ മറന്നു പോകത്തില്ല. ഓക്കെ. അതുപോലെ തന്നെ മാരിഡ് ഫയലിംഗ് ജോയിൻലിയിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഹയർ ആയിരിക്കും, അവിടെയും ടാക്സ് ലയബിലിറ്റി ലോവർ ആയിരിക്കും. പിന്നെന്താ? ദേ മേ ക്വാളിഫൈ ഫോർ ടാക്സ് ബെനിഫിറ്റ്. നമ്മൾ ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ് പറഞ്ഞു, അവിടെ എന്തുണ്ട്? ഏൺഡ് ഇൻകം ക്രെഡിറ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ എന്തുണ്ട്? ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ. ഇതാണ് ചില മെറിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഒരു ഡിമെറിറ്റ് ഉണ്ട്. എന്താ നോക്കാം. Each party is jointly and severally liable for the entire tax liability regardless of how much income a party generated. നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കായിരിക്കും എൻ്റെ സ്പൗസിനേക്കാളും കൂടുതൽ ഇൻകം കിട്ടുന്നത്. പക്ഷെ നമ്മൾ ആർക്കാണ് കൂടുതൽ കിട്ടുന്നതെന്നൊന്നും മാരിഡ് ഫയലിംഗ് ജോയിൻലി ചെയ്യുമ്പോൾ നോക്കൊന്നുമില്ല. നമ്മൾ ടോട്ടൽ ഒരു കണക്കങ്ങ് എഴുതും. പക്ഷേ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി വരുമ്പോൾ ഈക്വൽ ആയിരിക്കും.
കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്ക് കൂടുതൽ, കുറവ് നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്ക് കുറവ്, അങ്ങനെയൊന്നുമില്ല. ടാക്സ് ലയബിലിറ്റി വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അത് ബെയർ ചെയ്യണം. ഓക്കെ, അതാണ് ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ഇൻകം കിട്ടുന്ന ആൾക്ക് ഇത്ര ടാക്സ് ലയബിലിറ്റി, കുറവുള്ള ആൾക്ക് ഇത്രയും ടാക്സ് ലയബിലിറ്റി, അങ്ങനെ മതിയായിരുന്നു സെപ്പറേറ്റ് ആണെങ്കിൽ. പക്ഷേ ഇവിടെ ജോയിന്റ്ലി ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, നമ്മൾ ഒരുമിച്ച് എല്ലാം ചെയ്യേണ്ടി വരും. ടാക്സ് ലയബിലിറ്റി ആയാലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയാലും ടാക്സ് ബെനിഫിറ്റ് ആയാലും ഈക്വൽ ആണ്, കാരണം ജോയിന്റ്ലി ആയതുകൊണ്ട്. Normally, if both the spouse have income, they compare the tax liabilities when they file IT return jointly, they file IT return separately. അതായത് ഇപ്പോൾ രണ്ടുപേർക്കും ജോലിയുണ്ട്, ഭാര്യയ്ക്കും ജോലിയുണ്ട്, ഭർത്താവിനും ജോലിയുണ്ട്, അപ്പോൾ അവർക്ക് ITR ഫയൽ ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജസ്റ്റ് കമ്പയർ ചെയ്യും. ഇപ്പോൾ മാരിഡ് ഫയലിംഗ് ജോയിന്റ്ലി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ITR ഫയൽ ചെയ്ത എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ നഷ്ടങ്ങളുണ്ട്, എന്തൊക്കെ മെറിറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ഡിമെറിറ്റ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മാരിഡ് ഫയലിംഗ് സെപ്പറേറ്റ്ലി, ആ ഒരു കാറ്റഗറിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മെറിറ്റ് ഡിമെറിറ്റ് ഉണ്ട്, ഏതാണ് കൂടുതൽ ലാഭകരം, ഏതിൽ ഫയൽ ചെയ്യുന്നതാണ് കൂടുതൽ ലാഭകരം, ജോയിന്റ്ലി ഫയൽ ചെയ്താലാണോ സെപ്പറേറ്റ്ലി ഫയൽ ചെയ്താലാണോ. അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല ജോയിന്റ്ലി ആണ് സെപ്പറേറ്റ്ലി ആണെന്ന്. കാരണം US ടാക്സ് ലോ അനുസരിച്ചിട്ട് ഓരോന്നിൻ്റെയും റൂൾസ് റെഗുലേഷൻസ് ഓരോ ഇയർ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ജോയിന്റ്ലി ചെയ്യുന്നതായിരിക്കും നമുക്ക് ലാഭം, ചില സമയങ്ങളിൽ സെപ്പറേറ്റ്ലി ചെയ്യുന്നതായിരിക്കും. അതായത് ചില ഈ ഐറ്റമൈസ്ഡ് ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങളുണ്ട്. അതുപോലെ ടാക്സ് പെർസെൻറ്റേജും അതൊക്കെ ഓരോ ഇയറും വേരി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ജോയിന്റ്ലി ചെയ്യുമ്പോഴായിരിക്കും കുറവ് കിട്ടുക, ചിലപ്പോൾ സെപ്പറേറ്റ്ലി ചെയ്യുമ്പോഴായിരിക്കും കുറവ് കിട്ടുക. അതൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനോ നേരത്തെ കൂട്ടി പറയാനോ പറ്റില്ല. സോ ITR ഫയൽ ചെയ്യുന്ന ഒരു ടാക്സ് ഇയർ എത്തിക്കഴിയുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവിന് ഇൻകം ഉണ്ടെങ്കിൽ, അവർ മാരീഡ് ആണെങ്കിൽ, ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിൽ അവര് കമ്പയർ ചെയ്യും ഏതാണ് നല്ലത്, ഏതിൽ ഫയൽ ചെയ്യുന്നതാണ് ജോയിന്റ്ലി ആണോ സെപ്പറേറ്റ്ലി ആണോ. എന്നിട്ട് അവർക്ക് ഏതാണ് ലാഭകരം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ഫയലിംഗ് സ്റ്റാറ്റസിൽ അവർ ITR ഫയൽ ചെയ്യും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് മാരീഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നടക്കുന്നത്. ഇനി സിംഗിൾ എന്ന് പറയുന്നത് എപ്പോഴാണ്, കല്യാണം കഴിക്കാത്ത സിറ്റുവേഷൻസ്. ഇനി കല്യാണം കഴിച്ചിട്ടും സിംഗിൾ ആകുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാ, സെപ്പറേറ്റ് താമസിക്കുമ്പോൾ, പിന്നെ സ്പൗസ് കുട്ടികളെ നോക്കുന്നില്ല, പകരം ടാക്സ് പെയർ ആണ് കുട്ടികൾ നോക്കുന്നത്, ടാക്സ് പെയറുടെ കൂടെയാണ് കുട്ടികൾ താമസിക്കുന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, പിന്നെ സ്പൗസ് വേറെ താമസിക്കുന്നു, ടാക്സ് പെയറുടെ കൂടെയല്ല അല്ലെങ്കിൽ ടാക്സ് പെയറുടെ ഹോമിലല്ല താമസിക്കുന്നത്, വേറെ താമസിക്കുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങള് കൂടുതലായും നോക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായും പേ ചെയ്യുന്നത് ടാക്സ് പെയർ ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ സിംഗിൾ സ്റ്റാറ്റസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ITR ഫയൽ ചെയ്യാൻ പറ്റും. അതുപോലെ ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിലും സിംഗിൾ ആക്കാം. ലീഗലി ഡിവോഴ്സ്ഡ് ആണെങ്കിൽ പിന്നെ അൺമാരിഡ് ആയിരിക്കുമല്ലോ, സോ സിംഗിൾ സ്റ്റാറ്റസിൽ ഫയൽ ചെയ്യാം.